സഹപ്രവർത്തകരെ, ഈ നഗരസഭയുടെ ശുചിത്വ പ്രവർത്തനങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായി എന്നെ തിരഞ്ഞെടുത്തതിലുള്ള നന്ദിയും സന്തോഷവും ആദ്യം അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള പലതരം യജ്ഞങ്ങൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി വിജയിപ്പിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഒരു ചരിത്രം നമുക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സാക്ഷരതാ യജ്ഞമാണ്. നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഈ നാട്ടിലൊന്നുമില്ല. അപ്പോൾ മാലിന്യമുക്ത നവകേരളം എന്നതും അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ്. അത് നമ്മുടെ നഗരസഭ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ ഡോക്ടർ അനീഷ ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി. ഒരേ സമയം ബോധവൽക്കരണവും അപ്പോൾ തന്നെ അതേ സമയത്ത് തന്നെ നഗരസഭയ്ക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ, പിന്നെ പരിശോധനകളും അതുപോലെ അതിൻ്റെ ശിക്ഷാ നടപടികൾ, ഇങ്ങനെ 3 തരത്തിലുള്ള പദ്ധതികളാണ് ഒരേ സമയം നമ്മൾ നടത്തുന്നത്. ഇത് 3ഉം പരസ്പര പൂരകങ്ങളായിട്ടാണ് നടത്തേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഏത് പദ്ധതി വിജയിക്കണമെങ്കിലും അത് നിലനിൽക്കണമെങ്കിലും ഒരു തവണ വൃത്തിയാക്കി പോയിട്ട് പിന്നീട് വരുമ്പോൾ അവിടെ വൃത്തികേടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ ജനങ്ങളുടെ സഹകരണം ആ പദ്ധതിക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ സഹകരണം ഉറപ്പാക്കുക എന്ന ഒരു വലിയ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചില വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കുട്ടികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണവും ബോധവൽക്കരണവും ഉദ്ദേശിച്ചുകൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊന്നാണ് നമ്മളിന്ന് നടത്തുന്ന പാവനാടകം. അതേപോലെ തന്നെ പാവനാടകത്തിന് ശേഷം കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ അവരിൽ നിന്ന് എടുക്കുകയും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഒരു 4 വരി എഴുതി തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കോട്ടക്കലിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറാണ് ഞാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുരളി മാഷ്ക്ക് പാടാൻ വേണ്ടി അല്ലെങ്കിൽ എവിടെ വേണമെങ്കിൽ പാടാൻ വേണ്ടി എൻ്റെ സുഹൃത്ത് എഴുതി തന്നൊരു പാട്ടാണ്. ഞാനതൊന്നും ഇവിടെ വായിക്കാം, പാടാനായിട്ടില്ല. ആയുർവേദ നഗരമെന്നു പേരു കേട്ട നാടിനെ മാലിന്യമുക്തമാക്കി മാറ്റണം. ആബാലവൃദ്ധം ജനങ്ങളായ യജ്ഞത്തിൽ കൈമൈ മറന്നു പങ്കെടുക്കണം. ആയുർവേദ നഗരമെന്നു പേരു കേട്ട നാടിനെ മാലിന്യമുക്തമാക്കി മാറ്റണം. ആബാലവൃദ്ധം ജനങ്ങളായ യജ്ഞത്തിൽ കൈമൈ മറന്നു പങ്കെടുക്കണം. തോട് വൃത്തിയാക്കണം, റോഡ് വൃത്തിയാക്കണം, തോട്ടിലൂടെ ശുദ്ധജലമൊഴുക്കണം. വീട്ടിലെ മാലിന്യമൊക്കെ വേർതിരിച്ചു വയ്ക്കണം. ഹരിത കർമ്മസേനയ്ക്കവ നൽകണം. ആയുർവേദ നഗരമെന്നു പേരു കേട്ട നാടിനെ മാലിന്യമുക്തമാക്കി മാറ്റണം. ഭക്ഷണമാലിന്യവും ജൈവമാലിന്യവും വീടുകളിൽ തന്നെ സംസ്കരിക്കണം. വീടും പരിസരവും വൃത്തിയാക്കി വയ്ക്കണം. രോഗബാധയേറ്റിടാതെ നോക്കണം. മാലിന്യ സംസ്കരണം വലിയ കാര്യമാണതിൽ രാഷ്ട്രീയമില്ല, മറ്റു വേർതിരിവില്ല. മാലിന്യ സംസ്കരണം വലിയ കാര്യമാണതിൽ രാഷ്ട്രീയമില്ല, മറ്റു വേർതിരിവില്ല. ആയുർവേദ നഗരമെന്നു പേരു കേട്ട നാടിനെ മാലിന്യമുക്തമാക്കി മാറ്റണം. ആബാലവൃദ്ധം ജനങ്ങളായ യജ്ഞത്തിൽ കൈമൈ മറന്നു പങ്കെടുക്കണം.